സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്നതിനിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് മാറ്റം. ഡോക്ടർ KJ റീനയെയാണ് മാറ്റിയത്. പകരം ഡോക്ടർ മീനാക്ഷിക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ചുമതല നൽകിയിരിക്കുന്നു. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, നിലവിൽ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഷിഗല്ല ബാധിച്ചു മരണം സംഭവിക്കുന്നു. ആശങ്കപ്പെടേണ്ടതില്ല എന്നൊക്കെ ആരോഗ്യമന്ത്രി പറയുന്നുണ്ടെങ്കിൽ പോലും സാഹചര്യം അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നിപ്പ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം, ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം എന്തുകൊണ്ട്? ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലൂടെയാണ് ആരോഗ്യവകുപ്പ് കടന്നു പോകുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത്. ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമ്പോൾ അതെന്ത് കാരണം കൊണ്ടാണ് എന്ന് വിശദീകരിക്കാൻ ആരോഗ്യമന്ത്രിയുടെ ഓഫീസും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ഈ മുന്നൊരുക്കങ്ങളുടെ ഘട്ടം കഴിഞ്ഞ് ഇനി പ്രതിരോധം എങ്ങനെയാകണം എന്നൊക്കെ തീരുമാനിക്കേണ്ട ഘട്ടമാണ്. ഇവിടെ രണ്ട് ആക്ഷേപങ്ങളാണ് പ്രധാനമായി മുന്നിലുള്ളത്. ഒന്ന്, ഇത്തരത്തിൽ പകർച്ചവ്യാധി സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ നിലവിലെ ഡയറക്ടറായിരുന്ന KJ റീന ഇത്തരത്തിലൊരു അവധി ചോദിച്ചിരുന്നു. 15 ദിവസത്തെ അവധി ചോദിച്ചിരുന്നു. അപ്പോൾ ആ അവധി ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യങ്ങളാണ് ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് വന്നത് എന്നൊരു സൂചന, ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഡോക്ടർ മീനാക്ഷി അഡീഷണൽ ഡയറക്ടറാണ്. ഡോക്ടർ മീനാക്ഷിക്കാണ് ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ചുമതലയുള്ളത്. മറ്റൊന്ന്, ഇന്ന് നമ്മൾ നൽകിയ വാർത്തയാണ്, ദേവസ്വം കമ്മീഷണർക്ക് ഡയറക്ടർ ഇന്നൊരു കത്തെഴുതിയിരുന്നു. അതായത് ഈ മകരവിളക്ക് കാലത്താകട്ടെ മാസപൂജയുടെ കാലത്താകട്ടെ ഇത്തരത്തിൽ ഡോക്ടർമാരുടെ സേവനം ഈ ശബരിമലയിലും സന്നിധാനത്തും എത്തിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്, വകുപ്പിനും അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ട് എന്ന തരത്തിലൊരു കത്തും എഴുതിയിരുന്നു. അപ്പോൾ ഇതിനൊക്കെ പിന്നാലെ ഇങ്ങനൊരു മാറ്റം വരുമ്പോൾ അത് ഇത്തരത്തിലുള്ള കാരണങ്ങളാണോ എന്നുള്ളതും വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും കാരണം കൃത്യമായി വ്യക്തമാക്കുന്നില്ലെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിന് മുൻപ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.